ഞങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട് ഇവൻ എന്താണ് ഈ കാണിച്ചു വിടാൻ പോണത്. ഐഡിയോളജി അറിയത്തില്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് ചിന്തിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ ഞങ്ങൾക്ക് അറിയാമായിരുന്നു ഇവൻ എത്തില്ല എന്നുള്ളത്. ലിജിൻ എന്നെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ആളാണ്. എന്നെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്തേക്കുന്ന ഒരു കാര്യം ഒരു വാക്കാണ്. ഈ ബുക്ക് തിരഞ്ഞെടുക്കാനുള്ള കാരണം ഒരു ഇമോഷണൽ തീരുമാനമാണ്. ഈ ബുക്ക് വെരി 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്കാണ്. കംഫർട്ട് ക്രൈസിസ് എന്ന ബുക്കാണ് ഇന്നത്തെ ബുക്ക്. ശ്യാം, യെസ്, ഞാനും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ഐഡിയോളജിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു കംഫർട്ട് ക്രൈസിസ് എന്ന ബുക്കാണ് ഇന്നത്തെ ബുക്ക്. അതെ, ആ ബുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം കംഫർട്ട് സോണിൽ ഇരുന്ന് ഉണ്ടാവുന്ന ക്രൈസിസിനെ കുറിച്ചാണ് ഈ ബുക്ക് എഴുതിയിരിക്കുന്നത്. വെരി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഓത്തർ, ജേർണലിസ്റ്റ്, ഫിറ്റ്നസ് എൻതൂസിയാസ്റ്റ്. കംഫർട്ടിനെ എങ്ങനെ പുറത്തിയടിക്കാം എങ്ങനെ വളരെ സ്വയം ലൈഫ് കൊണ്ട് റിസർച്ച് ചെയ്ത് നമുക്കൊരു ടിപ്സ് തരുന്ന ഒരാളാണ് അല്ലേ? അതെ അതെ. മൈക്കൽ ഈസ്റ്റർ. ഇപ്പോൾ ഓരോ പ്രാവശ്യം മാരത്തോണിനൊക്കെ നമ്മൾ സൈനപ്പ് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് സാധാരണ കിട്ടുന്നൊരു ചോദ്യമാണ്, നീ നിന്നെ തന്നെ എന്തിനാണ് ഇങ്ങനെ പുഷ് ചെയ്യുന്നത്, ഇങ്ങനെ ഇത് ചെയ്യുന്നതെന്നുള്ളത്. അപ്പം 42 കിലോമീറ്റേഴ്സ് ഇസ് ഹാർഡ് വർക്ക്. എന്നുവെച്ചാൽ അത് നമ്മൾ 1000 കാര്യങ്ങളുടെ ഇടയ്ക്ക് നമ്മളതിനെ ട്രെയിൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മണിക്കും 3 മണിക്കും വാട്ട് ആർ യു ട്രൈങ് ടു അച്ചീവ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എനിക്ക് എപ്പോഴും കിട്ടാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഞാൻ ഷാമിനോട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഏറ്റവും ഈസി ആയിട്ടുള്ള ഉത്തരമാണ് ഐ എം ട്രൈങ് ടു ബി ഔട്ട് ഓഫ് മൈ കംഫർട്ട് സോൺ. എൻ്റെ മനസ്സിന് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം ഞാൻ ചെയ്യുന്നത്. ഞാൻ ഓട്ടം ഏറ്റെടുത്തതിൻ്റെ കാരണം അത് തന്നെയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഓണം. ഇപ്പോഴും അല്ല, ഐ ഡോണ്ട് ലവ് റണ്ണിങ് ഓർ എനിത്തിങ് ലൈക്ക് ദാറ്റ്. പക്ഷേ അൺകംഫർട്ടബിൾ ആയിട്ടുള്ളൊരു കാര്യം ചെയ്യുക എന്നുള്ളതാണ്. ഈ ബുക്ക് വെരി 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്കാണ്. നിങ്ങളിപ്പം ഒരു കംഫർട്ട് സോണിൽ ഇരുന്നിട്ട് നിങ്ങൾ പുറത്ത് ചാടാൻ വേണ്ടി കഷ്ടപ്പെടുവാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ പ്രോഗ്രസ് ഉണ്ടാവുന്നില്ല, ലൈഫ് ഇങ്ങനെ ഒരേപോലെ പോവുകയാണ്, ഒരു വെള്ളം ഒഴുകുന്ന പോലെ ഇങ്ങനെ പോവുകയാണ്, നമുക്കൊരു ഒന്നും എക്സൈറ്റഡ് അല്ല, എക്സൈറ്റ്മെൻറ്റ് കിട്ടുന്നില്ല ലൈഫിൽ എന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ഫോർ യു. കംഫർട്ടിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് എങ്ങനെ പുറത്തോട്ട് ഇറങ്ങാം, എങ്ങനെ അതിൽ അൺകംഫർട്ടബിൾ ആകുന്നതിൽ എങ്ങനെ സന്തോഷം കണ്ടെത്താം എന്നാണ് മൈക്കിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ബുക്ക് തിരഞ്ഞെടുക്കാൻ കാരണം എന്താണ്? അതൊരു ഇമോഷണൽ തീരുമാനമായിരിക്കുമല്ലോ. നമ്മൾ ഈ ബുക്ക് തിരഞ്ഞെടുക്കാനുള്ള കാരണം ഒരു ഇമോഷണൽ തീരുമാനമാണ്. കാരണം ലൈഫിൽ പല രീതികളിലും നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്റ്റേറ്റിൽ കൂടെ നമ്മൾ കടന്നു പോയിട്ടുള്ള സമയത്താണ് എനിക്ക് തോന്നുന്നു ഞാനൊരു ഇപ്പം എല്ലാ വർഷവും നമ്മളൊരു വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കും. ന്യൂ ഇയർ ആകുമ്പോൾ പകുതി എത്തുമ്പോഴേക്കും അത് ചോർന്നു പോകും, പിന്നെ നമ്മളെ മറന്നു പോകും. പക്ഷെ നമുക്ക് അങ്ങനെ എവിടെ എത്താറില്ലല്ലോ. അപ്പോൾ നമുക്കറിയാം നമുക്ക് കംഫർട്ട് സോണിലാണെന്നുള്ളത്. അതിനെ ബ്രേക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ട് നമുക്കറിയാം. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എന്ന് നമ്മൾ കൂടുതലും കടന്നു പോയിട്ടുള്ള ആൾക്കാരെ പറ്റിയിട്ട് ഒബ്സർവ് ചെയ്യുമ്പോഴോ അവരെ പറ്റി കേൾക്കുമ്പോഴോ നമുക്കത് പഠിക്കാൻ പറ്റില്ല. സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടോ? ഒത്തിരി ഇൻസിഡൻസ് ഉണ്ടല്ലേ. ഇപ്പോൾ ഞാൻ ഫിസിക്കലി ഫോർ എക്സാമ്പിൾ ഞാൻ എല്ലാ വർഷവും ഒരു ഇത്തരം കാര്യങ്ങൾ ആക്റ്റീവായിട്ട് ചെയ്യണം, ജിമ്മിൽ പോകണമെന്ന് തീരുമാനം എടുക്കുന്ന നടക്കില്ല. അങ്ങനെ കാര്യങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ, സ്വാഭാവികം. അപ്പോൾ ടിപ്പിക്കൽ ലൈഫ്. ലിജിൻ എന്നെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ആളാണ്. ഇപ്പം ലിജിൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു 42 കിലോമീറ്റർ ഒരു ബന്ധമില്ലാത്തൊരു ഓൾ ഓഫ് എ സഡൻ യു ഡിസൈഡിങ് ടു റൺ ഫോർ ഇറ്റ്. അപ്പം ഞങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട് ഇവൻ എന്താണ് ഈ കാണിച്ചു വിടാൻ പോണത്. അപ്പം ഞങ്ങളുടെ ഒരു ഫ്രണ്ട് സർക്കിളിൽ ഞങ്ങൾ ആലോചിക്കുമ്പോൾ ഇവൻ എവിടെ എത്തുമോ. അപ്പം ഞങ്ങൾക്ക് അറിയാമായിരുന്നു ഇവൻ എത്തില്ല എന്നുള്ളത്. കാരണം അതിൻ്റെ ഇടയ്ക്ക് പുള്ളിക്ക് വീണ് ഫ്രാക്ചറായി. അപ്പോൾ ഇപ്പോഴും ഞങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ ഞങ്ങൾ പറയും അവൻ ചുമ്മാ എത്തുണ്ടാവില്ലായിരിക്കും, നമുക്ക് എന്തായാലും ഓടാൻ പോകുമ്പോൾ കുറച്ച് പേര് പോവാം, എന്നിട്ട് അവനെ എടുത്തു കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞ്. പിന്നെ അത് ഒരു ബിഗ് കംഫർട്ട് ബ്രേക്ക് ആണല്ലോ. കാരണം നമ്മൾ ഫിസിക്കലി പുഷ് ചെയ്ത് അങ്ങനെ എത്തിക്കുക എന്ന് പറഞ്ഞത് ഇപ്പം ഞാൻ പിന്നെ ഓടി തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ പിന്നെ ഇത്രയ്ക്കും വലിയ ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ളത്. പക്ഷെ അത് കഴിഞ്ഞ് കിട്ടുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഇപ്പം ലിജിൻ പറഞ്ഞ പോലെ ആ കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്യാനാണ് നമ്മൾ ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യണത്. അതെ അതെ അതെ. എനിക്ക് തോന്നുന്നു അത് ഫിസിക്കൽ എൻഡ്യൂറൻസ് മാത്രമല്ല. ഷ്യാമിന്റെ ഫിനാൻഷ്യൽ ആണെങ്കിലും ശ്യാം ചെയ്യുന്ന ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുമല്ല, പക്ഷെ ഞാൻ പറയാം ഇപ്പം ഫിനാൻഷ്യൽ ഇപ്പം ശ്യാം ചെയ്യുന്ന പല കാര്യങ്ങളും കാണുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് ഇവരെന്നെ കാണിക്കുന്നത്. ഇപ്പം 3-4 വീടൊക്കെ മേടിച്ചെങ്കിൽ ഇതൊക്കെ വെച്ചിട്ട് വല്ലതും നടക്കുമോ നമ്മൾ അപ്പം ചിന്തിക്കും. ഐഡിയോളജി അറിയത്തില്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് ചിന്തിക്കുന്നത് അങ്ങനെയാണ്. ഇപ്പം ഇങ്ങനെ ഇത് ശരിയായ തീരുമാനം പക്ഷെ നമുക്ക് ആ തീരുമാനം നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ അതിനെ എതിർത്താലാണ് എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് ആ കംഫർട്ട് സോണിന്റെ പുറത്ത് വരുത്താൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഈ തീരുമാനങ്ങൾ നമ്മൾ എതിർത്ത് ശരിയല്ല. അതെ, അപ്പൊ അത്തരം തീരുമാനങ്ങൾ എടുക്കാൻ എന്താണെങ്കിലും ഇത്തരം ചിന്തകൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ എത്തിയിട്ടുള്ള ഒരു ബുക്കാണിത്. അതെ, ഈ ബുക്കിനകത്ത് ഇപ്പം മൈക്കിൾ ഈസ്റ്ററിന്റെ എന്നെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്തേക്കുന്ന കാര്യം ഒരു വാക്കാണ്. ഞാൻ ഇങ്ങനെ മന്ത്ര പോലെ കൊണ്ട് നടക്കുന്നതാണ് വാട്ട് ഐ ഹാവ് ഡൺ അൺകംഫർട്ടബിൾ ടുഡേ. എല്ലാ ദിവസവും
നമ്മൾ കംഫർട്ട് സോണിന്റെ പുറത്ത് ഞാൻ പലർക്കും ഒത്തിരി പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യം കേട്ടോ. പക്ഷേ ഇപ്പം വാട്ട് ഹാവ് യു ഡൺ അൺകംഫർട്ടബിൾ. അപ്പം ഞാൻ എല്ലാ ദിവസവും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, ഐ വിൽ ഡു സംതിങ് അൺകംഫർട്ടബിൾ ഫോർ മീ ടുഡേ. ഇപ്പം നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് ദി മോസ്റ്റ് കംഫർട്ടബിൾ തിങ് ടു ഡു. ഇന്നത്തെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയമാണ്, കാരണം ഒരു ഡേ എൻഡ് ഓഫ് ഒരു ഡേ ആണ്. കാരണം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ, പല കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഡേയുടെ എൻഡിൽ വന്നിട്ട് ഇവിടെ വന്നിരിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി അൺകംഫർട്ടബിൾ. പക്ഷേ ദിസ് ഈസ് ദ അൺകംഫർട്ടബിൾ തിങ് ഐ എം ഡൂയിങ് ഫോർ മീ. അതേപോലത്തെ ഒരു കൺസെപ്റ്റിൽ നിന്ന് തന്നെയാണ് മൈക്കിൾ ഈസ്റ്റർ ഈ ബുക്കിനെ രൂപകൽപ്പന ചെയ്തത്. പുള്ളിനെ അത് ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു കൾച്ചറൽ ഇതുണ്ട്. ജാപ്പനീസ് പീപ്പിളിൻ്റെ ഒരു കൾച്ചർ, മിസോഗി എന്ന് പറഞ്ഞിട്ടുള്ളത്. അതെങ്ങനെയാണ് മൈക്കിളിനെ ഇൻഫ്ലുവൻസ് ചെയ്തത്? ഹൗ ഇമ്പോർട്ടൻറ്റ് ഇസ് ടു പ്രാക്ടീസ് മിസോഗി? അത് ഇപ്പോൾ അതിലേക്ക് വരണേക്കാൾ മുമ്പിൽ നമ്മൾ കഴിഞ്ഞൊരു 3-4 തലമുറ മുമ്പുള്ള ആളുകളെ പറ്റി ആലോചിക്കുക. ഇപ്പം നമ്മുടെ ഗ്രാൻഡ് പാരൻ്റ് അല്ലെങ്കിൽ അവരുടെ ഗ്രാൻഡ് പാരൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, അവർ എന്ത് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ജീവിതത്തിൽ കൂടെ ആയിരിക്കും ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് ഫുഡിന് വേണ്ടിയിട്ട് അവർക്ക് ചിലപ്പോൾ വേട്ടയാടേണ്ടി വന്നിട്ടുണ്ടായിരിക്കും, വീടുണ്ടാവില്ലായിരിക്കും, ഷെൽട്ടറിൽ അവർക്ക് ഒന്നും സൗകര്യങ്ങളൊന്നുമില്ലായിരുന്നു. അവരുടെ ഓരോ ദിവസം അവർക്ക് ചലഞ്ചിങ് ആയിരുന്നു, അല്ലെങ്കിൽ ഓരോ ദിവസം അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ കൂടെയാണ് ബില്യൺസ് ഓഫ് ഇയേഴ്സ് ഓഫ് നമ്മുടെ ഹ്യൂമൻ ഹിസ്റ്ററി കടന്നു പോയിട്ടുള്ളത് എന്നാണ് മൈക്കിൾ പറയുന്നത്. ഇപ്പം നമ്മുടെ പിൻതലമുറ എവിടെയാണ് ചെന്ന് നിൽക്കുന്നത് പോലും നമുക്കറിയില്ല. അവർ എന്തൊക്കെ ഹാർഷായിട്ടുള്ള വെതറിൽ കൂടെയും അല്ലെങ്കിൽ കാലാവസ്ഥ കൂടെ എന്തോ ഒരു സാഹചര്യങ്ങളിലൂടെ അവിടെ കടന്നു പോയിട്ടുണ്ടാവും. മൈക്കിൾ ഈസ്റ്റർ പറയണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹ്യൂമൻ ബ്രെയിൻ നമ്മളുടെ ഒരു ജനറ്റിക്കലി അതാണ് നമ്മളുടെ നോർമൽ സിനാരിയോ. നമുക്ക് വേണ്ടത് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഇരിക്കുന്ന അവസ്ഥകളാണ്. ഇപ്പം നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയുണ്ടല്ലോ, നമുക്ക് എല്ലാം കംഫർട്ടബിൾ ആയിട്ട് നമ്മുടെ ഹോം എൻവയോൺമെൻറ്റിൽ, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടുള്ളൊരു സൗകര്യത്തിലിരുന്ന് നമുക്ക് ഫോണുണ്ട്, നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാൻ അവിടെ എത്തും, അല്ലെങ്കിൽ നമുക്ക് എല്ലാം നമ്മുടെ വിരലിൻ്റെ തുമ്പിലാണ്. അതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ആങ്സൈറ്റിക്കും അല്ലെങ്കിൽ ആ ഒരു മാനസിക സംഘർഷങ്ങൾക്കും കാരണം എന്നാണ് മൈക്കിൾ പറയണത്. ശരിയാണ്. നമുക്ക് ചിലപ്പോൾ അതിന് പല രീതിയിലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള രീതികൾ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ പഠിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ 1-2 വീഡിയോസിൽ പറഞ്ഞായിരുന്നു, 2030 ആവുമ്പോൾ ഡിപ്രഷനാണ് അല്ലെങ്കിൽ ഒരു വിഷാദ രോഗമാണ്, മാനസിക രോഗങ്ങളാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യാൻ പോകുന്ന, ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെടാൻ കാരണമാകാവുന്ന ഒരു രോഗം. അതായത് അത് ഓവർടേക്ക് ചെയ്യാൻ പോകുന്നത് ക്യാൻസറിനെയും അല്ലെങ്കിൽ ഹൃദയരോഗത്തിനെയും അത്തരം അവസ്ഥകളൊക്കെയും എല്ലാം ഓവർടേക്ക് ചെയ്തിട്ട് ഡിപ്രഷൻ എത്തുകയാണ്. അപ്പം അതിനെല്ലാം കാരണം ഇപ്പോഴത്തെ ഒരു കംഫർട്ട് സോണാണ്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഫോൺ അഡിക്ഷൻ, ഇതെല്ലാം നമുക്ക് കംഫർട്ട് സോണിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ചെന്ന് പെടുന്നതല്ലോ. അപ്പം അതിൽ നിന്ന് ബ്രേക്ക് ചെയ്യണതിനെ പറ്റിയിട്ടാണ് ഇൻ ജനറൽ ഈ ബുക്ക് പറയുന്നത്. അപ്പോൾ ഈ മിസോഗി എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്മിങ് ബാക്ക് ടു മിസോഗി എന്നുള്ള ആ കൾച്ചറൽ കൺസെപ്റ്റ്. മിസോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് പറഞ്ഞില്ല, അതുകൊണ്ടല്ലേ ചോദിച്ചപ്പോൾ. മിസോഗി എന്ന് പറയുന്നത് ഒരു ജാപ്പനീസ് കൺസെപ്റ്റ് ആണ്. വെരി ട്രഡീഷണലി അവർ കൾച്ചറലി ആക്സെപ്റ്റ് ചെയ്തേക്കണം, അല്ലെങ്കിൽ അവർ കൊണ്ടു നടക്കുന്ന ഒരു രീതിയാണ്. എവറി ഇയർ സർട്ടൻ പീരീഡ് ഓഫ് ടൈമിൽ അവർക്ക് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ റിച്വലിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്യും. ചിലപ്പോൾ ചെറിയ കാര്യമായിരിക്കും, പക്ഷെ അത് ചില റിലീജിയസിലൊക്കെ അങ്ങനെ ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാം. ഇപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നോമ്പെടുക്കുക എന്ന് പറയുന്ന പോലെ, അതേപോലെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫിസിക്കലി അവർക്ക് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യലാണ്. ഇപ്പോൾ ചിലപ്പോൾ ഒരു കോൾഡ് ഷവർ സെർട്ടൻ ടൈമിൽ എടുക്കണമായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ ഇഷ്ടം ഉണ്ടാവാൻ ചാൻസ് ഇല്ലാത്ത തീരുമാനങ്ങൾ എടുത്ത് ഫിസിക്കലി മെൻ്റലി ചലഞ്ച് ചെയ്ത് അതിനെ വിൻ ചെയ്യണതാണ്. അതിന് പിന്നിലൊരു സയൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അത് നമുക്ക് തരുന്ന ഒരു വിൽ പവർ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിനെ ഒന്ന് സ്ട്രെങ്തൻ ആക്കണം, ഫിസിക്കലി സ്ട്രെങ്ത് ആക്കണ ഒരു രീതിയുണ്ട്. അതാണ് ഈ മിസോഗി എന്ന് പറയുന്ന കൺസെപ്റ്റിനെ പറ്റിയിട്ട് അദ്ദേഹം പറയുന്നത്. എനിക്ക് തോന്നുന്നു അത് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ ആദ്യം പറഞ്ഞ വാട്ട് ഹാവ് യു ഡൺ അൺകംഫർട്ടബിൾ ടുഡേ എന്ന് ചോദിക്കുന്ന പോലെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്, നമ്മൾ മനസ്സ് നമ്മളോട് നോ പറയുന്നിടത്ത് ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതല്ല, നമ്മൾ ചെയ്യാൻ നമുക്ക് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ എപ്പോഴും മനസ്സ് നോ പറയും. അപ്പം ഞാൻ ചെയ്യാറ് എപ്പോഴും മനസ്സോട് ചോദിക്കും, അതെന്തിനാ നോ പറയുന്നത്, ഐ ജസ്റ്റ് ഡു ഇറ്റ്. അപ്പം നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നൊരു എനർജി ഉണ്ട്. അപ്പം മനസ്സ് പഠിക്കുവാണ് ഇവനോട് നോ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള അത് എല്ലായിടത്തും റിഫ്ലക്റ്റ് ആവുകയും ചെയ്യും. നമ്മൾക്ക് ഇതൊന്നും തീരുമാനങ്ങളൊന്നും എടുക്കേണ്ടാത്ത ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന ഒരവസ്ഥയുണ്ട് നമുക്ക്. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, ഇപ്പം നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ലാത്ത സമയങ്ങളുണ്ട്. ഇപ്പം നമുക്കൊരു ചലഞ്ചുകളൊന്നും ഇല്ലാത്തയും അല്ലെങ്കിൽ കംഫർട്ട് സോണിനെ എപ്പോഴും നമ്മൾ എന്താ പറയണേ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു സാധനമുണ്ട്. നമ്മൾ ബോറിംഗ് ആയിട്ട് ഒന്നും ചെയ്യാതിരിക്കുന്ന അവസ്ഥ, അതിനെ കംഫർട്ട് സോൺ എന്ന് പറയാനും പറ്റത്തില്ല. നമ്മളിപ്പോൾ എപ്പോഴും നമ്മൾ ഹൈലി ആക്റ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ തകർത്തുകൊണ്ട് നോക്കിയിരിക്കാൻ പറ്റത്തില്ല. സോ ദർ ഇസ് ടൈംസ് വെയർ യു നീഡ് ടു വൈൻഡ് ഡൗൺ, അല്ലെങ്കിൽ ബോറിംഗ് എന്നുള്ള നമുക്ക് പറയാൻ പറ്റും. അങ്ങനത്തെ സമയത്തിനെ നമ്മൾ യൂസ് ചെയ്യാൻ നമ്മൾ അറിയത്തില്ല, അല്ലെങ്കിൽ അതിനെ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്ന് മൈക്കിൾ പല പ്രാവശ്യം അത് നല്ലൊരു കൺസെപ്റ്റുമാണ്. നമ്മളെ ബോർഡത്തിനെ സ്നേഹിക്കുക എന്നുള്ളതല്ലേ.
നമ്മളൊരു മുമ്പ് നമ്മൾ ഡിജിറ്റൽ ഡിസ്ട്രാക്ഷനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വൺ തിങ് എന്ന് പറയുന്ന പുസ്തകത്തിൽ നമ്മൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അതായത് ദ പവർ ഓഫ് ബീങ് ബോർഡം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ബോറടിച്ചിരിക്കുന്ന സമയത്തായിരുന്നു നമ്മൾ മിക്കവാറും കാര്യങ്ങൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ സമയത്ത് നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആണ്, നമുക്ക് ബോറടിച്ചിരിക്കാൻ പോലും സമയമില്ല. അത് നമ്മുടെ ബ്രെയിൻ ഹൈലി ക്രിയേറ്റീവ് ആവണത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇമാജിനേഷൻ നമുക്ക് വരണ സമയം നമ്മൾ ബോറടിച്ചിരിക്കുമ്പോഴാണ്. ആ സമയത്തിൽ നമ്മൾ വൈൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കും ചിലപ്പോൾ. അങ്ങനെ നമുക്ക് ചിലപ്പോൾ നമുക്ക് അൺകംഫർട്ടബിൾ ആവാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഒന്ന് ജസ്റ്റ് ഗിവ് ഇറ്റ് ടൈം ഫോർ ബീങ് ബോർഡം, അല്ലെങ്കിൽ അതിനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ അതും ചിലപ്പോൾ അൺകംഫർട്ടബിൾ ആവാം. അപ്പം നമുക്ക് നടക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ജിമ്മിൽ പോകുമ്പോൾ ഫോൺ ഉപയോഗിക്കാതിരിക്കുക എന്ന് പറയുന്നത്, അത് നമ്മൾ ബോർഡത്തിലേക്ക് പുഷ് ചെയ്യണതാണ്. അത് പക്ഷെ അത് ഒരു രസമാണ്. ഇപ്പൊ ഞാൻ നടക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ ഫോൺ ഉപയോഗിക്കില്ല, കാരണം അതൊരു രസമാണ്. അപ്പൊ നമ്മൾ ആ ഒരു കുറച്ചും കൂടി നമുക്കൊരു നാച്ചുറൽ ഫീലിംഗ് കിട്ടും. ഇപ്പൊ ഇത് നമ്മളെപ്പോഴും നോയ്സും പാട്ടും കേട്ടോണ്ടിരിക്കണം എന്ന് നമുക്ക് നിയമമൊന്നുമില്ലല്ലോ. അപ്പോൾ അത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മളെ അൺകംഫർട്ടബിൾ ആക്കി അവിടെ നിന്ന് തുടങ്ങാന്നാ പറയുന്നത്. ചിലപ്പോ ദിവസത്തിൽ മൊത്തം ബോർഡായിട്ടിരിക്കുന്നവരല്ല ദിവസം മൊത്തം ക്രിയേറ്റീവ് ആകാൻ പറ്റത്തില്ല. യു ഹാവ് ടു ഹാവ് എ വൈൻഡ് ഡൗൺ. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ വൈൻഡ് ഡൗൺ ടൈം ഉണ്ടായിട്ട് ആ സമയം ഡോണ്ട് ഫോക്കസ് ഓൺ എനിത്തിങ് എൽസ്, ജസ്റ്റ് ലെറ്റ് ലൂസ് യുവർ മൈൻഡ്. ചിന്തിക്കുക നിങ്ങൾക്ക് എവിടെയാണ് കംഫർട്ട്, ലൈക്ക് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ ആ കംഫർട്ട് സോണിന്റെ അപ്പുറത്തുള്ള ലൈഫിനെ കുറിച്ച് ചിന്തിക്കുക, അങ്ങനെ ക്രിയേറ്റീവ് ആവുക എന്നാണ്. അതെ അതെ. ഇപ്പൊ നമ്മൾ അങ്ങനെ ഇരിക്കുന്ന സമയങ്ങളിൽ നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ ചിലപ്പോൾ നമ്മൾ ഒരു റിച്ച് ആയിട്ട് ഫൈനാൻഷ്യലി അബണ്ടന്റ് ആയിട്ടിരിക്കേണ്ടതായിരിക്കും. അതിന് നമ്മൾ ഒത്തിരി അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമായിരിക്കും. ചിലപ്പോൾ റിസ്ക് എടുക്കേണ്ടി വരുമായിരിക്കും. ജോലി ഇത് മാറേണ്ടത് റിസ്ക് നമ്മൾ എടുത്ത തീരുമാനങ്ങളായിരുന്നു. പക്ഷേ അതുപോലെ ചിലപ്പോൾ പൈസ സേവ് ചെയ്യണതായിരിക്കും എടുക്കേണ്ട റിസ്ക്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി പഠിക്കണതായിരിക്കും. ദർ ആർ മെനി നമുക്ക് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ ഒത്തിരി അവസരങ്ങളുണ്ടല്ലോ. ഇന്നത്തെ ലോകത്ത് ഏറ്റവും ഓപ്പർച്യൂണിറ്റി കിടക്കുന്നത് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാനാണല്ലോ. കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്ന മൈക്കിളിനെ പോലെ മൈക്കിളാണ് ഏറ്റവും എക്സ്ട്രീം ആയിട്ട് ബ്രേക്ക് ചെയ്യുന്നത്. അതിനകത്തൊരു ഒരു ബ്യൂട്ടിഫുൾ സ്റ്റോറി ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്റ്റോറിയാണ്. 33 days അലാസ്കയിൽ പോയത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലാസ്ക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കാം, വെരി കോൾഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. അവിടെ പോയിട്ട് മിനിമം എക്യുപ്മെന്റ്സും മിനിമം കാര്യങ്ങളും വെച്ചിട്ട് ഒരു വെരി വെരി നാച്ചുറൽ ആയിട്ട് ജീവിക്കാൻ പുള്ളി ട്രൈ ചെയ്ത് 33 days ആണ് പുള്ളി സ്പെൻഡ് ചെയ്തത്. പുള്ളി അതിൽ നിന്ന് ഒത്തിരി ലെസൺസ് പഠിച്ചു. പറഞ്ഞത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇത് ഞാനിപ്പോൾ നമ്മളിപ്പോൾ ഷെയർ ചെയ്തുള്ളത്, പുള്ളിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത സീറ്റ് എന്ന് പറഞ്ഞാൽ പുള്ളി ഷെയർ ചെയ്താണ് പുള്ളിയുടെ ഒരു പോഡ്കാസ്റ്റിൽ. ഫ്ലൈറ്റിലെ സീറ്റാണ്, കാരണം വെരി ക്രാംഡ് ആയിട്ട് രണ്ടുപേരും അപ്പുറത്തിരിക്കുന്നു. ലാസ്റ്റിലോട്ട് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ വെരി ചെറിയ ഫ്ലൈറ്റ് ആണ്. അപ്പോൾ വെരി ഇങ്ങനെ ക്രാംഡ് ആയിട്ട് ഇരുന്ന് പോകണം. ഭക്ഷണം ചീത്തയാണ്, ടോയ്ലറ്റ് വൃത്തിയില്ല ഫ്ലൈറ്റിൽ. ചെറിയ ഫ്ലൈറ്റ് പുള്ളി അതിനകത്ത് കയറുന്നത് ഭയങ്കര ഇഷ്ടക്കുറവാണ്. പക്ഷെ പുള്ളി അലാസ്കയിൽ പോയി 33 days അവിടെ സ്പെൻഡ് ചെയ്തു. പുള്ളി പറയുന്ന അനുസരിച്ച് പുള്ളിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള കസേരകൾ ഒന്നിനും കുശിലുണ്ടായിരുന്നില്ല, മരത്തിന്റെ മുകളിൽ ഇരുന്നുകൊണ്ടിരുന്നത്. മരത്തിന്റെ കസേരകളായിരുന്നു. എന്തെങ്കിലും ഒരു ഇച്ചിരി തടി എടുക്കാൻ പോകണമെങ്കിൽ ഒരു റൈഫിളായിട്ട് പോകണം, അല്ലെങ്കിൽ മറ്റേ കരടി വന്ന് ഒരു അറ്റാക്ക് ചെയ്യും. അല്ലെങ്കിൽ ഇവർക്ക് ഒന്ന് പീ ചെയ്യണമെന്നുണ്ടെങ്കിലും ഇത്രയ്ക്ക് തണുപ്പാണ്. ഈ എല്ലാ ഉടുപ്പും ഊരിയിട്ട് വേണം അത് സാധിക്കാനായിട്ട്. അപ്പം അത് തന്നെ ഒരു പ്രോസസ്സാണ്. പിന്നെ എപ്പോഴും കോൾഡാണ് എവറിത്തിങ്. ലൈക്ക് നമ്മൾക്ക് എത്ര ഹീറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും തടിയും ഇതൊക്കെ വെച്ചിട്ടാണ് ഹീറ്റ് ചെയ്യുന്നത്, അല്ലാണ്ട് ഹീറ്റിംഗ് സിസ്റ്റം ഒന്നുമില്ല. പുള്ളി 33 days കഴിഞ്ഞിട്ട് പുള്ളി തിരിച്ച് ഇതേ സെയിം ഫ്ലൈറ്റിലാണ് തിരിച്ച് US വരേണ്ടത്. പുള്ളി കയറിയപ്പം ആ സീറ്റിൽ കയറി ഇരിക്കുന്നത്, ആ ഫ്ലൈറ്റിന്റെ സീറ്റിലാണ് ആദ്യം കുഷ്യൻ്റെ ആയിട്ടുള്ളൊരു സീറ്റിൽ പുള്ളി ഇരിക്കുന്നത്. പുള്ളി ഒരു സ്വർഗം ലൈഫ് എന്ന് വെച്ചാൽ പുള്ളി ഇത്രയും ആ ഭക്ഷണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്ക്ഡ് ആയിട്ടുള്ള ഒരു മീല്, ഒരു റാപ്പ് അങ്ങാണ് പുള്ളി കിട്ടിയത്. എത്രയും ടേസ്റ്റുള്ള ഒരു ഭക്ഷണം ഞാൻ കഴിച്ചിട്ടുള്ളത്. അത് എന്ത് ഇതാണ് ആ കംഫർട്ട് ഫീലിംഗ് എന്തായിരിക്കും അല്ലേ? ഇപ്പം നമ്മൾ ഇപ്പം അദ്ദേഹം പറഞ്ഞ അങ്ങനെ ഒരു അലാസ്കയിൽ 33 days കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം മനസ്സിലാക്കിയ കുറേ കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഇറ്റ് ഈസ് അതിനെ പുള്ളി വിചാരിച്ചതിനേക്കാളും ശക്തിയുള്ള ഒരു സാധനമാണെന്ന് പുള്ളി മനസ്സിലാക്കിയെന്ന് പറഞ്ഞു. പിന്നെ ഒരു പവർ ഓഫ് സൈലൻസ് ഉണ്ടല്ലോ, നമ്മൾ കേൾക്കണ ശബ്ദത്തിനേക്കാളും പവർഫുൾ ആണ് ആ ഒരു നോയ്സ് ഇല്ലാത്തൊരവസ്ഥ, അതായത് സൈലൻസ് ആയിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത്. അത് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ കാലത്ത് റെലവെന്റ് ആണ്. കാരണം നമ്മൾ വെരി നോയ്സി ക്രൗഡി, അല്ലെങ്കിൽ നമ്മളെപ്പോഴും ചെവിയിലും ഫോൺ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മളെപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ കൂടെ കുറച്ച് സമയം കടന്നു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ബ്രെയിനിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ചിലപ്പോൾ നമുക്ക് പരിഹാരം കാണാം.
പറ്റുമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ആലോചിക്കാത്ത കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാൻ പറ്റുമായിരിക്കും. ഒന്ന്, അതിനുള്ളൊരു അവസരം നമ്മൾ സ്വയം ക്രിയേറ്റ് ചെയ്യണില്ല. നമ്മൾ കാറിൽ കയറിയ പാട്ട് അല്ലെങ്കിൽ വേറെ എവിടെ എപ്പോഴും നമുക്ക് ഇൻഫർമേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ ഇപ്പോൾ പിന്നെ അലാസ്കയിൽ പോയിട്ടാണ് അദ്ദേഹം ആ ഒരു സിംപ്ലിസിറ്റി എത്രത്തോളം പവർഫുൾ ആണെന്ന് മനസ്സിലാക്കിയത്. കാരണം നമ്മൾ ഒന്നും ഇല്ലാത്തൊരവസ്ഥ എനിക്ക് പേഴ്സണലി എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടല്ലോ ജിൻ. കാരണം ഞാൻ ചെന്നൈയിൽ പോയിട്ടൊരു റാൻഡം 5 days ഞാൻ ആരോടും പറയാണ്ട് ഒളിച്ച് താമസിച്ച കുറച്ച് സമയം ഉണ്ടായിരുന്നു. വെറുതെ ഒരു ഫോർ ചേഞ്ച് ഐ വാസ് ലേണിംഗ് സംതിങ്, ഐ എക്സ്പെരിമെൻറ്റിങ് സംതിങ്. നമ്മളെന്തോരം വൾണറബിൾ ആണെന്ന് ഞാൻ മനസ്സിലാക്കി. കാരണം ആരുമില്ല, നമ്മളെ പരിചയമുള്ള ആൾക്കാരൊന്നുമില്ല. ഒരു റൂമിൽ ചെന്ന് താമസിക്കുന്നു, അവിടെ എന്താ നടക്കണമെന്ന് അറിയില്ല. നമുക്ക് അവിടെയുള്ള ഒരു ആൾക്കാർ, ഇപ്പം ഞാൻ അവിടെയാണെന്നുള്ള എൻ്റെ വീട്ടുകാർക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആർക്കും അറിയില്ല നമ്മൾ എന്താണെന്നുള്ളത്. അത്തരം അവസ്ഥയെ കൂടെ നമുക്ക് കടത്തി വിടുമ്പോൾ നമുക്ക് നമ്മൾ ചിന്തിക്കും കുറേ കാര്യങ്ങൾ. അപ്പം അത് മൈക്കിൾ പറയുന്നത് കടന്നുപോയ അത്രയും തീവ്രമായിട്ടുള്ള സ്ഥലങ്ങളല്ലെങ്കിലും നമ്മളുടെ അപ്പോഴത്തെ ഒരു മൂഡിനും നമ്മുടെ ഒരു ഫീലിങ്സിനും അതൊരു ഹൊറിഫിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. What you're doing is uncomfortable. For you, മൈക്കിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്ട്രീം ചെയ്യുന്ന ആളാണ്. പക്ഷേ ശ്യാമിന് ആ സമയത്ത് ഇറ്റ് വാസ് ലൈക്ക് ഗോയിങ് ടു അലാസ്ക. നമ്മളെപ്പോഴും ആൾക്കാരുടെ കൂടെ ഒറ്റയ്ക്ക് ചെന്നിരിക്കുന്നു. ഇപ്പൊ ഫോണില്ലാണ്ട് ചിലപ്പോൾ ഒരു 4 ദിവസം വേറൊരു സ്ഥലത്ത് ചെന്നിരിക്കുമ്പോൾ നമുക്ക് എന്തൊരു അൺകംഫർട്ടബിൾ ആയിരിക്കും അല്ലേ? ഫോണിലാണ്ട് 1 മണിക്കൂർ അൺകംഫർട്ടബിൾ. ഇതിന്റെയൊക്കെ അപ്പുറത്ത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് ഇറ്റ് മീൻസ് ടു യു. നിന്റെ ലൈഫിന് ഈ കംഫർട്ടിന്റെ അപ്പുറത്ത് എന്താണ് മീൻ ചെയ്യുന്നത് എന്നുള്ള, അതാണ് നമ്മളെല്ലാവരും ഇപ്പൊ എന്നോട് പലരും ചോദിക്കാറുണ്ട്, നീ ഇങ്ങനെയൊക്കെ ചെയ്ത് നിനക്ക് എന്നാ കിട്ടാനുള്ളത്. പക്ഷെ അവര് ഇതിന്റെ അപ്പുറത്ത് ഇതിന് ലൈഫായിട്ട് റിലേഷൻ ഉണ്ട്. വാട്ട് വി ആർ ഡൂയിങ് ഫോർ മീ, അതിന്റെ ഒരു മീനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാസ് ടു ഗെറ്റ് ഔട്ട് ഓഫ് മൈ കംഫർട്ട് സോൺ. അതിൻ്റെ അപ്പുറത്ത് എനിക്ക് പറ്റും എൻ്റെ ശരീരത്തിനെ ഇതിലൂടെ കൊണ്ടുപോകാൻ. ഇപ്പോൾ ജോലി ഉപേക്ഷിച്ച് ഞാൻ ബിസിനസ്സിന് ഐ ക്യാൻ ലീവ് വിത്തൗട്ട്, ഞാൻ ചോദിച്ചാൽ എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല എന്ന ലൈഫിൽ. പക്ഷെ പറ്റും എന്ന് ഞാൻ മനസ്സിലാക്കി. നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത് എനിക്ക് തന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ ഐ ക്യാൻ ഡു ഇറ്റ്. സോ യു ഗെറ്റിംഗ് ഔട്ട് ഓഫ് ദാറ്റ് കംഫർട്ട് സോൺ എവറി ടൈം യു ഡു ഇറ്റ്. പക്ഷെ അത് ഇറ്റ് മീൻസ് സംതിങ് ടു ലൈഫ്. സോ മൈക്കിൾ പറയുന്നുണ്ട്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ലൈഫ് ഇൻ ദിസ് പെർസ്പെക്റ്റീവ്. വാട്ട് ഇറ്റ് മീൻസ് ടു യു ശ്യാം? കുറച്ച് വീഡിയോസ് നമ്മൾ ഈ ടോപ്പിക്കിൽ ചെയ്തായിരുന്നു. അത് എന്താണ് ലൈഫിന്റെ മീനിങ്, അല്ലെങ്കിൽ എങ്ങനെയാണ് പർപ്പസ് കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പല വീഡിയോസും ചെയ്തായിരുന്നു. ഇപ്പൊ ഈ മാസ്റ്ററി പോലെയുള്ള ബുക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോഴും, അല്ലെങ്കിൽ മാൻസ് സെർച്ച് ഫോർ മീനിങ്, അങ്ങനെ പല പുസ്തകം നമ്മുടെ ഓഡിയൻസിന്റെ ഇടയ്ക്കുള്ള മെയിൻ വേർഡാണ് പർപ്പസ്. ഈ ബുക്കിൽ എങ്ങനെയാണ് പർപ്പസ് കണ്ടുപിടിക്കുക എന്ന് വളരെ ഡിഫറെന്റ് ആംഗിളിൽ കൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് മൈക്കിൾ. കാരണം അദ്ദേഹം പറഞ്ഞത് നമ്മൾ വെരി കംഫർട്ടബിൾ ആയിട്ടിരിക്കുമ്പോൾ ദർ ഇസ് നത്തിങ് മീൻ പർപ്പസ്. ഇപ്പൊ നമ്മളെല്ലാ സൗകര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട്, നമ്മളെല്ലാം ഒരു സൂപ്പർ റിച്ച് ആൻഡ് സൂപ്പർ അബണ്ടന്റ് ആയിട്ട്, ദർ ഇസ് നത്തിങ് ടു ഡു, ദർ ഇസ് നോ പർപ്പസ് ഇൻ അവർ ലൈഫ്. പിന്നെ നമ്മൾ അവിടെ ചെന്ന് എന്താണ് ചെയ്യുന്നത്, അതൊരു വാക്വം സ്റ്റേറ്റ് ആണ് അല്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞത് വെച്ചാൽ ബീങ് അൺകംഫർട്ടബിൾ ആയിട്ടിരിക്കുന്നതിലാണ് ലൈഫിന്റെ പർപ്പസ്. അതായത് എത്രയും നമ്മൾ അങ്ങനെ അൺകംഫർട്ടബിൾ ആയിരിക്കുന്നോ നമ്മുടെ ആ ഒരു പർപ്പസ് ബിഗർ ആൻഡ് ബിഗർ ആയിട്ട് നമുക്ക് കാണാമെന്ന് പറയുന്നത്. ഐ ലൈക്ക് ദാറ്റ് കൺസെപ്റ്റ് അല്ലേ? ഇപ്പം നമ്മളൊരു വെരി കംഫർട്ടബിൾ ഇരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു സ്റ്റേറ്റിൽ ഇരുന്നിട്ട് അയ്യോ ഇനി ഞാൻ എന്താ ചെയ്യുക എന്ന് നമ്മൾ ആലോചിക്കുന്നതിനേക്കാളും ഇപ്പം നമ്മൾ വെരി റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ നോക്കും. ഇപ്പോൾ ബിൽ ഗേറ്റ്സ് പോലെയുള്ള ആളുകൾക്ക് ഇപ്പോൾ പുള്ളി എന്തോരം റിച്ചാണ്, എന്തോരം വെൽത്ത് ഉണ്ട് പുള്ളിക്ക്. പക്ഷേ ഇപ്പോൾ പുള്ളി അൺകംഫർട്ടബിൾ ആയിട്ടിരിക്കുന്നത് അത് എങ്ങനെ ആളുകൾക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിൻ്റെ പുള്ളി റിച്ച് ആയിരിക്കുന്നത് പുള്ളി ആ ചാരിറ്റി ചെയ്യാനായിട്ട് കുറേ ട്രസ്റ്റുകൾ ഉണ്ടാകുന്നു. ഇപ്പോൾ ഇന്ത്യ പോലെയുള്ള അല്ലെങ്കിൽ പല രാജ്യങ്ങളിലും അദ്ദേഹം ആളുകളുടെ നല്ലതിന് വേണ്ടിയിട്ട് കുറേ റിസർച്ച് ചെയ്യണു, ഇൻവെസ്റ്റ് ചെയ്യണം അത്തരം പ്രൊജക്ട്സിൽ. ഇപ്പോൾ അത് അൺകംഫർട്ടബിൾ ആണ് അദ്ദേഹത്തിന് അല്ലേ? പോലെ ഉള്ള ആളുകൾ, മദർ തെരേസ, എന്ത് ഇപ്പൊ ഒരു ഫേമസ് എന്ന് പറയാൻ പറ്റത്തില്ല, പീപ്പിൾ ഹു ആർ ട്രൈങ് ടു ഡു തിങ്സ് ഫോർ ദ വേൾഡ്. അതെ, അപ്പൊ അത് ഒരു അൺകംഫർട്ടബിൾ സ്റ്റേറ്റിൽ കൂടെയാണ് അവരെപ്പോഴും കടന്നത്. ദേ നെവർ സ്റ്റോപ്പ്. ഇപ്പൊ നമ്മൾ കംഫർട്ടബിൾ ആയോ, ഓക്കെ ഞാൻ വിചാരിച്ചെല്ലാം ചെയ്ത് കഴിഞ്ഞു എന്ന് പറയുന്ന സമയത്ത് ലൈക്ക് നമ്മുടെ ആ ഒരു മരണം അവിടെ തുടങ്ങുകയാണ്. നമ്മുടെ മരണം ശരിക്കും അവിടെ തുടങ്ങുകയാണ് അല്ലേ? നമുക്ക് എന്തെങ്കിലും ചെയ്യാനില്ലാത്തൊരവസ്ഥയിലും വലിയൊരു അവസ്ഥയില്ല. അപ്പോൾ നമ്മൾ വി നീഡ് ടു പുഷ് അവർ ലിമിറ്റ്. നമ്മുടെ ആ ഒരു ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ആ ഒരു കംഫർട്ട് സോൺ എപ്പോഴും ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ള അത് ഒരു മീനിങ് ലൈഫിൽ അങ്ങനെ പറഞ്ഞിട്ടുള്ളൊരു അവസ്ഥയാണ്. പിന്നെ അതിൽ അദ്ദേഹം പറയുന്ന വേറൊരു സംഭവമുണ്ട്. ഇപ്പം നമ്മൾ എന്താ പറയുക, കൺട്രോൾഡ് ഡിസ്കംഫർട്ട് എന്ന് പറയുന്നത്. അത് ലിജിൻ പറഞ്ഞത് വാട്ട് യു ഹാവ് ഡൺ ഫോർ ദ ഡേ. ഇന്നത്തെ ദിവസം എന്താണ് അൺകംഫർട്ടബിൾ ചെയ്തിട്ടുള്ളത്. കാരണം നമ്മുടെ ഗ്രോത്തും അല്ലെങ്കിൽ മീനിങ്ങും ഒക്കെ ഇരിക്കുന്നത് നമ്മുടെ കംഫർട്ടബിൾ സ്റ്റേറ്റിലല്ല, അതിൻ്റെ അപ്പുറത്തെ സ്റ്റേറ്റിലാണ്, അല്ലെങ്കിൽ അതർ എൻഡ് ഓഫ് ദ സ്പെക്ട്രത്തിലാണ് നമ്മുടെ ഒരു ഗ്രോത്ത് ഇരിക്കുന്നത്. കംഫർട്ടബിൾ സ്റ്റേറ്റ് ആയിട്ട് നമ്മളെ
നമ്മളെപ്പോഴും പറയാറുള്ള പോലെ നമ്മളൊരു മലയുടെ മുകളിൽ കയറണം, അതിൻ്റെ ഒരു പാത്ത് വേ നമ്മൾ കവർ ചെയ്യേണ്ട. ഒരു ഹെലികോപ്റ്ററിൽ കയറ്റി അവിടെ എത്തിക്കേണ്ടതിലല്ല നമുക്ക് രസം കണ്ടെത്തേണ്ടത്. നമ്മൾ വി നീഡ് ടു എൻജോയ് ദാറ്റ് ജേണി. ഇപ്പം മൈക്കിളാണെങ്കിൽ ആ 33 ദിവസം അലാസ്കയിൽ ചെന്ന് നിൽക്കണം. ഓരോ ദിവസവും അദ്ദേഹത്തിൻ്റെ ലൈഫിനെ അത്രയും പവർഫുൾ ആക്കിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ അത്രയും ഹാർഡ് ടൈമിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അത്രയും പവർഫുള്ളായിട്ട് നമ്മുടെ ചിന്തകൾ മാറും, നമ്മുടെ നോളജും നമ്മുടെ എക്സ്പീരിയൻസും. നമുക്കൊരു വി വിൽ ബി വെരി റെസിലിയൻ ടൈപ്പ് ഓഫ് പേഴ്സൺ അല്ലേ. ഇപ്പോൾ ഈ ബുക്കിൽ തന്നെ പറയുന്നത് നമുക്ക് അൺകംഫർട്ടബിൾ ആവാനായിട്ട് വലിയ വലിയ കാര്യങ്ങളൊന്നും തേടി പോകണ്ട. ഇപ്പം അദ്ദേഹം പറയുന്ന ഒരു 75% റൂളുണ്ട്. ഐ ലൈക്ക് ഇറ്റ്. ഇപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മളൊരു 75% നമ്മുടെ വയറ് നിറയണ സമയത്ത് യു സ്റ്റോപ്പ് ഈറ്റിംഗ്. അത് ഒരു 25% നമ്മൾ ബാക്കി വെക്കുക വയറ്റിൽ. അതൊരു സ്റ്റേറ്റ് ഓഫ് അൺകംഫർട്ടബിൾ ആണ്. നമ്മൾ വയറ് മുട്ടയെ തിന്നുക എന്നുള്ളതിന് പകരം 75% നിർത്തുക. അപ്പം നമ്മളൊരു മീനിങ് ഫുൾ സ്ട്രഗിളിൽ കൂടെ കടന്നു പോകുന്നത്. അപ്പം അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവും. കാരണം നമുക്ക് ലൈഫിൽ ഹെൽത്ത് ഹാബിറ്റ് മാറാം, നമ്മുടെ ഭക്ഷണം നമുക്ക് അതുകൊണ്ടുണ്ടാവുന്ന അസുഖങ്ങൾ മാറാം, കൺട്രോൾ ഉണ്ടാവാം. ചലഞ്ച് നമുക്ക് ചൂസ് ചെയ്യാന്നാണ് പറയണത്. ചലഞ്ച്, ക്രൈസിസ്, കംഫർട്ട് സോൺ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വലിയ സംഭവമായിട്ട് തന്നെ എനിക്ക് എവറി സിംഗിൾ തിങ് മാറ്റേഴ്സ്. ലൈക്ക് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇപ്പം ഞാൻ ചിലപ്പോൾ കാണുന്ന ചിലവരൊക്കെ ഈ പ്രായമായ ആളുകളൊക്കെ അവർക്ക് നടക്കാൻ പറ്റില്ല, ചില ബുദ്ധിമുട്ടാണെങ്കിലും അവർ ദേ ഗോ ഫോർ എ വോക്ക്. അവരുടെ കംഫർട്ടിന്റെ അപ്പുറത്താണത്. നമ്മുടെ നഴ്സിംഗ് ഹോമിലൊക്കെ അവർ ചിലവർ നടക്കാൻ പോകും, ചിലർ വോളണ്ടിയർ ആയിട്ട് വർക്ക് ചെയ്യും. അവർ കംഫർട്ട് സോൺ ആണ്. നമ്മൾ കാണുന്ന പല ആൾക്കാരും നമുക്കതങ്ങനെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. കാരണം വളരെ പ്രായം കൂടിയായിട്ടുള്ള ആൾക്കാരും അവർ ഒന്നും കൂടി ആ പുഷ് ലിമിറ്റിനൊന്ന് പുഷ് ചെയ്ത് ട്രൈ ചെയ്ത് മുന്നോട്ട് പോകണത്. അതെ, പക്ഷേ there is a power of that change അല്ലേ. അപ്പൊ അവർക്ക് ഫോർ ദെം ചിലപ്പോൾ ഒരിച്ചിലൂടെ നടക്കാൻ പറ്റി കഴിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടി ആളുകളുടെ ജീവിക്കാനായിരിക്കാം, ചിലപ്പോൾ അവരുടെ കാലിന്റെ ബുദ്ധിമുട്ട് മാറാനായിരിക്കാം. ഫോർ മീ ഇറ്റ്സ് ഡിഫറെന്റ്, അപ്പൊ ഫോർ യു ഇറ്റ്സ് ഡിഫറെന്റ്, ബട്ട് there is a power in that അല്ലേ. പിന്നെ ഫോർ ശ്യാം വാട്ട് ഈസ് ദ പവർ ഇൻ ഇറ്റ്? അല്ലെങ്കിൽ ഒരു ജനറൽ നമ്മുടെ ഓഡിയൻസിനെ ഇപ്പോൾ കാണുന്നവർക്ക് വാട്ട് ഈസ് ദ പവർ ഇൻ ദാറ്റ് ചേഞ്ച്? നമ്മൾ ഡിസൈഡ് ചെയ്യാണ് നമ്മൾ എവിടെ ഡിസ്കംഫർട്ടായിട്ട് ജീവിക്കണം എന്നുള്ളത്. അങ്ങനെ നമ്മൾ അത്തരം തീരുമാനങ്ങൾ എടുക്കാൻ നമ്മൾ കേപ്പബിൾ ആണെങ്കിൽ നമ്മൾ അൺഎക്സ്പെക്റ്റ് ചെയ്യാത്ത അൺകംഫർട്ടബിൾ എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാവില്ല എന്നാണ് മൈക്കിൾ പറയണത്. അതായത് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇവൻറ്റ്സ്. ഇപ്പം നമ്മൾ ലിജിൻ ഒരു ഡെലിബറേറ്റ്ലി കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ലിജിന് അൺവാണ്ടഡ് സർപ്രൈസ് ഒരു പരിധി വരെ ലൈഫിൽ ഉണ്ടാവില്ല. അൺവാണ്ടഡ് സർപ്രൈസ് ബിഗ് അൺകംഫർട്ടബിൾ ആയിട്ട് എൻവയോൺമെന്റിൽ കൂടെ കടന്നു പോകില്ല അല്ലേ. കാരണം ഓൾറെഡി നമ്മൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ റെസിലിയന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ലിജിന് ഫൈനാൻഷ്യലി നമുക്ക് ഫോർ എക്സാമ്പിൾ പറയാം, ഇപ്പൊ ലിജിൻ പൈസ ഒത്തിരി സ്പെൻഡ് ചെയ്യാണ്ട് സേവ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെ അൺകംഫർട്ടബിൾ ആയിട്ട് അവസ്ഥ കൂടെ കടന്നു പോയിട്ടുള്ള ആളാണെങ്കിൽ ലിജിനൊരു ബിഗ് ബാങ് ഓഫ് ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാവില്ല. കാരണം നമ്മൾ ഓൾറെഡി പ്രാക്ടീസ് ചെയ്യണം, നമുക്ക് ആവശ്യമുള്ള കാര്യം കവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഹെൽത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാവുന്ന നമ്മൾ ആ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസസിൽ നിന്നൊക്കെ നമുക്ക് ഒത്തിരി മാറി നിൽക്കാൻ പറ്റും അല്ലേ. അതൊരു വെരി പവർഫുൾ ആയിട്ടുള്ളൊരു തോട്ടല്ലേ. മീനിങ്ഫുൾ സ്ട്രഗിൾ ആണ്. അതെ, നമ്മൾ മീനിങ്ഫുൾ സ്ട്രഗിൾ ആണ്. യു ആർ ഡൂയിങ് ഇറ്റ് ഫോർ യുവർ സെൽഫ്, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ആളുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു ത്യാഗം, നമുക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന, പിന്നെ ഒരു ബീങ് അൺകംഫർട്ടബിൾ സ്റ്റേറ്റ് ആണ് അത്. അതെ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളോട് സംസാരിക്കായിരുന്നു. ആളെന്നെ വിളിച്ച ആളിനോട് പറഞ്ഞു, ഇപ്പം ദിസ് ഇസ് കംഫർട്ട് സോൺ ആണ് പ്രശ്നം. ആൾക്ക് ഒത്തിരി ചെയ്യണമെന്നുണ്ട്, പക്ഷേ പല പല കാര്യങ്ങളും സ്റ്റോപ്പ് ചെയ്യുന്നു, പല നമ്മൾ ട്രൈ ചെയ്യുമ്പോഴത്തേക്കും പല കാര്യങ്ങളും മൈൻഡിൽ കൂടെ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആൾക്ക് പറഞ്ഞു കൊടുത്തൊരു എക്സാമ്പിൾ ഉണ്ട്. എൻ്റെ അപ്പച്ചൻ്റെ കാര്യം, എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ കാര്യം. ഞാൻ ചെറുതായിരിക്കും, ഞാൻ കണ്ടു വളർന്ന ഒരു കാര്യമാണ്. പുള്ളി 2:30-3 മണിയാകുമ്പോൾ എഴുന്നേക്കും. മറ്റേ ഈ പാടത്ത് വിത്ത് ഇടുന്ന സമയത്ത് 2 മണിക്ക് എഴുന്നേറ്റാണ് അവിടെ, അപ്പോഴാണ് പമ്പിൽ വെള്ളം അടിക്കുന്നത്. അപ്പോൾ പോയി വെള്ളം തിരിച്ചാലാണ് നമുക്ക് കണ്ടത്തിൽ വെള്ളം കയറ്റാൻ പറ്റത്തുള്ളൂ. 2:30 ആകുമ്പോൾ എഴുന്നേറ്റ് ഒരു കോലായിട്ട് ഒരു ടോർച്ച്, വേറെ ഒന്നുമില്ല, പട്ടിയുണ്ട്, പൂച്ച, പാമ്പല്ല, എന്നുവെച്ചാൽ നമ്മൾ അങ്ങനത്തെ ഒരു 1.5-2 കിലോമീറ്റർ നടക്കണം രാത്രിയിൽ ഇരുട്ട് 2:30 ആകുമ്പോൾ. പോകുന്നു, അവിടെ ചെന്ന് ഇത് മറ്റേ ഇത് തുറന്നിട്ട് തിരിച്ചു വരും, നേരെ പോയി ഒരു കട്ടൻ ചായ എടുത്ത് കുടിക്കും, നേരെ പോവും റബ്ബർ വെട്ടാനായിട്ട്. റബ്ബർ വെട്ടി കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിച്ചാൽ ഒരു 6-7 മണിയാകുമ്പോഴത്തേക്കും തിരിച്ചു പോകും പാലെടുക്കാനായിട്ട്. ഞാനിതിൻ്റെയൊക്കെ പുറകെ നടക്കുന്ന ആളാണ്, അതെനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ആളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഔട്ട്സൈഡ് ഹിസ് കംഫർട്ട് സോൺ. പുള്ളി ഓരോ കാര്യങ്ങളും ട്രൈ ചെയ്യുന്നതും ഇതെല്ലാം പുള്ളിയുടെ ഹാബിറ്റ് ഒന്നുമല്ല. വെച്ചാൽ എല്ലാ ദിവസവും ഇതല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മറ്റേ കണ്ടത്തിൻ്റെ പരിപാടി നമ്മൾ ആ വിത്ത് പരിപാടികളൊക്കെ കഴിഞ്ഞാൽ സീസണിലാണല്ലോ, ആ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹി വിൽ ഫൈൻഡ് സംതിങ് എൽസ്. പക്ഷേ ആ 2:30 എഴുന്നേക്കാൻ ഒരു മടിയില്ല, ഇത് അലാറൊന്നുമില്ല. ഹി ജസ്റ്റ്
ജസ്റ്റ് വേക്സ് അപ്പ്. അതെ 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 ആള് 80-85 ഇയേഴ്സ് വരെ ജീവിച്ചെങ്കിലും വെരി ഹാപ്പി ആയിട്ട്. നമുക്ക് ഇപ്പം ഇല്ലാതെ ഇപ്പം ഞാനൊക്കെ ഇപ്പം എനിക്ക് 2:30 വെക്കണമെങ്കിൽ 3 അലാറം വെക്കണം. അതെ അത് ഒരു രീതിയിൽ നോക്കുമ്പോൾ ശരിയല്ലല്ലേ. ഇപ്പം നമുക്ക് നമ്മൾ ഹാപ്പിനെസ് തപ്പിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ കംഫർട്ട് സോണാണ് നമ്മളുടെ ഹാപ്പിനെസ്സിനെ റൂയിൻ ചെയ്യുന്ന ഒരു സംഭവം. അതെ അതെ. അതിനകത്ത് ഞാൻ പറഞ്ഞത് എന്ത് വേറെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചില പ്രാവശ്യമൊക്കെ കൃഷി മോശമാവും, അങ്ങനെ ഇങ്ങനെയൊക്കെ വരുമല്ലോ. ദേ ആർ ഫൈൻ. റെസീലിയൻ്റ് ആണ്. അവർക്കറിയാം നെക്സ്റ്റ് ടൈം ഇറ്റ്സ് എ ലേണിംഗ്. ഞാൻ അവിടുന്ന് അത് പഠിക്കുന്നത് കേട്ടോ. ഞാൻ അടുത്ത പ്രാവശ്യം എന്തൊക്കെ ഓക്കെ അത് പല പല രോഗങ്ങളൊക്കെ വന്ന് പോകും ചിലപ്പം. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഓക്കെ അടുത്ത പ്രാവശ്യം നമുക്ക് ഇത് ട്രൈ ചെയ്യണം. ഓക്കെ ഇത് പ്രാവശ്യത്ത് പോയി യു ഗോ ത്രൂ എന്നാ ഫിനാൻഷ്യൽ ക്രൈസിസ് ഫോർ എ വൈൽ. അതിനെ ബാക്കി പോകും. പക്ഷെ അത് പ്രശ്നമല്ല. അവർക്ക് അവരുടെ തീരുമാനം ഓക്കെ ഞാൻ അടുത്ത പ്രാവശ്യം ഇനി കൃഷി ചെയ്തില്ല എന്നല്ല. ഹൗ ക്യാൻ ഐ ഡു ബെറ്റർ എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പം അങ്ങനത്തെ ആ ഒരു ചിന്താഗതികൾ പണ്ടുള്ളവരിൽ ഇറ്റ് വാസ് ഇന്നേറ്റ്. പിന്നെ ഇപ്പൊ നമ്മൾ ബുക്ക് സ്റ്റാർട്ട് ചെയ്ത രീതിയിലേക്ക് കടന്നു പോകുന്നത് നമ്മുടെ ഒരു 3-4 മുമ്പുള്ള ജനറേഷൻ അവരത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. ഇപ്പൊ നമ്മുടെ ജനറേഷനോ അല്ലെങ്കിൽ തൊട്ട് മുമ്പുള്ളതാല് ഇപ്പൊ ഇനി വരാൻ പോകുന്ന ജനറേഷനോ ആ ഒരു കംഫർട്ട് സോൺ ആണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്ലേസ് ടു ബി. കാരണം ഐ തിങ്ക് എപ്പോൾ നമ്മൾ അതിൽ നിന്ന് ബ്രേക്ക് ചെയ്യാൻ തീരുമാനിക്കണോ അവിടെ നിന്ന് ചിലപ്പോൾ നമുക്കൊരു ലൈഫിൽ നമ്മൾ പിന്നെ ഒത്തിരി ഹാപ്പിനെസ്സും മീനിങ് ഒന്നും നമ്മൾ തേടി കണ്ടുപിടിക്കേണ്ടി വരില്ലായിരിക്കും. കാരണം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സംഭവം അതാണ് ആവാം അല്ലെ. ഇപ്പൊ നമ്മളും കടന്നു പോകുന്ന അവസ്ഥയിൽ നമ്മൾ എന്തോരം കംഫർട്ട് സോൺ എവറി ഡേ ബ്രേക്ക് ചെയ്യണം. പക്ഷെ നമ്മൾ ലിജിൻ പറഞ്ഞ കൺസെപ്റ്റിന് എനിക്ക് ഇഷ്ടമാണ്. ഇന്ന് എന്ത് കാര്യമാണ് നമ്മൾ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് ചെയ്തത്? ആ ഒരു ചോദ്യം നമ്മൾ എന്തും ചോദിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ടേക്ക് അസ് ടു സംവെയർ വെരി സർപ്രൈസ് ആയിട്ടുള്ള സ്ഥലത്ത് അല്ലേ. സത്യമായിട്ടും അങ്ങനെ നിങ്ങൾ അങ്ങനെ ഒരു സെൽഫ് അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും ഐ യു ഇൻ എ കംഫർട്ട് സോൺ? അതൊരു ക്വസ്റ്റ്യൻ ആണ്. കെൻ യു ആൻസർ ദാറ്റ്? യെസ് ഓർ നോ പറഞ്ഞാൽ മതി. അത് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ പറയുകയാണ് ഓക്കെ യു ആർ ഇൻ എ കംഫർട്ട് സോൺ എന്നുണ്ടെങ്കിൽ വാട്ട് ഹാവ് യു ഡൺ ടുഡേ ടു ബ്രേക്ക് ഇറ്റ്? അതെ, അൺകംഫർട്ടബിൾ ആയിട്ട് എന്ത് ചെയ്തു എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷേ നിങ്ങൾക്ക് അത് ചിലപ്പോൾ പൊതുവായിട്ട് പറയാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ ഞങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. വെരി ഈഗർ ടു നോ. നിങ്ങൾ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ചിലപ്പം ഇത് ബുക്ക് പറയുന്നത് വെച്ചാൽ ചിലപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കംഫർട്ട് സോൺ കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതായിരിക്കില്ല. കംഫർട്ട് സോൺ ബ്രേക്കിംഗ് എന്ന പ്രോസസ്സിനോട് എംബ്രേസ് ചെയ്യുക എന്നുള്ളതായിരിക്കും ചിലപ്പോൾ അതിന്. അപ്പോൾ ഡു സംതിങ് അൺകംഫർട്ടബിൾ എവറി ഡേ. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ റെസിലിയൻ്റ് ആകുമ്പം യു ക്യാൻ ഡു ദ ഇതൊക്കെ ഏറ്റവും നമ്മൾ ഒരു ദിവസം അങ്ങനെ ചെയ്ത് ചിലപ്പോൾ നമ്മൾ ഓരോ മണിക്കൂറിലും ചിലപ്പോൾ അല്ലെങ്കിൽ സെർട്ടൺ മണിക്കൂറിനുള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. ഇപ്പോൾ ഓരോ മണിക്കൂറിനുള്ളിലും ഒറ്റ കാര്യം നമുക്ക് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ദാറ്റ്സ് എ ബിഗ് വിൻ അല്ലേ. അതെ. പിന്നെ നമുക്ക് ശ്യാം പറഞ്ഞ പോലെ മുന്നോട്ട് പോകുന്തോറും ചില വലിയ കംഫർട്ടുകളും വലിയ പ്രശ്നങ്ങളായിട്ട് തോന്നുന്നില്ല. പൊരുതി നിൽക്കാൻ നമ്മൾ പവർഫുൾ ആയിരിക്കും. അല്ല, അതിനുള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ടാവുമായിരിക്കും. സോ എവറി ഗുഡ് തിങ് സ്റ്റാർട്ട്സ് സ്മോൾ. അപ്പം ലെറ്റ്സ് ഡു ദാറ്റ്. ലെറ്റ്സ് ഗ്രോ ടുഗദർ. നമുക്ക് ലെറ്റ്സ് ചേഞ്ച് ഇറ്റ്. നിങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് ഇന്ന് തുടങ്ങുക അല്ലേ. ഡോണ്ട് മേക്ക് ഇറ്റ് ഫോർ ടുമോറോ. ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ ബ്രേക്ക് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കമന്റ് ചെയ്യാം. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എവിടെയെങ്കിലും സ്മോൾ ആയിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങി പതുക്കെ വലിയ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ ലൈഫ് ഈസ് ആ ഒരു മീനിങ് ഫുൾ ആക്കാം. ആളെക്കുറിച്ച് അറിയത്തില്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി, അറിയാൻ പറ്റും. മോർ ഡീറ്റെയിൽസ്. നല്ലൊരു ബുക്കാണ്. വെരി റെക്കമെൻഡഡ് ആയിട്ടുള്ളൊരു ബുക്കാണ്. കാണുക. അല്ലെങ്കിൽ പോഡ്കാസ്റ്റുകളൊക്കെ ഉണ്ട്. അത് നല്ലതാണ്, രസമാണ് കേൾക്കാൻ. അപ്പം താങ്ക് യു ഫോർ യുവർ ടൈം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാൻ. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ പറയുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. സോ യു ക്യാൻ ജോയിൻ ദാറ്റ് ആസ് വെൽ. ഞങ്ങളോട് സംസാരിക്കുന്നെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ കമൻറ്റ് വഴി നമുക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.